എല്ലാവരും കോടതിയെ സമീപിക്കുന്നത് കേസ് നടത്താൻ വേണ്ടിയിട്ടാണ്. അതായത് അവരുടെ കേസ്, എൻ്റെ കേസ് തോറ്റുപോകണം എന്ന് പറഞ്ഞുകൊണ്ട് ആരും കോടതിയെ സമീപിക്കാറില്ല. എൻ്റെ കേസ് ജയിക്കണം, അത് ചിലപ്പോൾ നീതി ഉണ്ടായിരിക്കാം, നീതി ഇല്ലായിരിക്കാം, എങ്കിൽ പോലും കോടതിയെ സമീപിക്കുന്ന സമയത്ത് ആ വ്യക്തി, അത് പരാതിക്കാരനായാലും അവർ കംപ്ലൈനൻ്റ് ആയാലും ഒപ്പോണൻ്റ് ആയാലും ശരിയാണ്, പിന്നെ എന്താണ് അവർ വിചാരിക്കുന്നത്, എൻ്റെ കേസ് ജയിക്കണം, എൻ്റെ കേസ് ജയിക്കണം എന്നുള്ള ഒറ്റ. പക്ഷെ കേസ് അങ്ങനെ പെട്ടെന്ന് ജയിക്കാൻ പറ്റില്ല. ജയിക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? ഒരു കേസ് കോടതിയിൽ ജയിക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? കോടതിയിൽ കേസിന് പോകുമ്പോൾ നിങ്ങൾക്കൊരു ഗ്രൗണ്ട് ഉണ്ടാവുമല്ലോ, നിങ്ങൾക്ക് പറയാനായിട്ട് എന്തെങ്കിലും ഒരു ഗ്രൗണ്ട് ഉണ്ടാവുമല്ലോ. വെറുതെ ആരെങ്കിലും കോടതിയിൽ പോകില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരാതി ഉണ്ടാവും. അപ്പോൾ ആ പരാതി, ആ കംപ്ലൈൻറ്റ്, അതായത് പരാതി കൊടുക്കുന്ന ആൾക്ക് കോടതിയെ ബോധ്യപ്പെടുത്താനുള്ള തെളിവുകൾ കൈവശം ഉണ്ടായിരിക്കണം. ഒന്ന്, നിങ്ങളൊരു പരാതിയുമായിട്ട് കോടതിയിൽ കേസ് കൊടുക്കുന്നു, അവസാനം അത് ഹിയറിങ്ങിന് വിളിക്കുന്നു. പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വക്കീൽ മുഖാന്തരമായിരിക്കും പോകുന്നത്. വക്കീലിന് വേണ്ട എല്ലാ അസിസ്റ്റൻസും ചെയ്തു കൊടുക്കേണ്ടത് കക്ഷിയാണ്, നിങ്ങൾ തന്നെയാണ്. കാരണം നിങ്ങൾ കൊടുക്കുന്ന കടലാസുകളും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതെല്ലാം വായിച്ചു മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യം, അദ്ദേഹത്തിൻ്റെ അറിവും കൂടെ മിക്സ് ചെയ്ത് കോടതിയിൽ വാദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ട അദ്ദേഹത്തിന് വേണ്ട ഫീസ് കൊടുത്തു എന്ന് പറഞ്ഞ് കേസ് ജയിക്കണമെന്നില്ല. അപ്പോൾ അതിനുവേണ്ട എല്ലാ ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ടുകളും ചെയ്തു കൊടുക്കാൻ തെളിവുകളെല്ലാം ഉണ്ടാവും. പ്രൈമറി എവിഡൻസുകൾ ഉണ്ടാവും, സെക്കൻഡറി എവിഡൻസുകൾ ഉണ്ടാവും, ഡോക്യുമെൻ്ററി എവിഡൻസുകൾ ഉണ്ടാവും, സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസുകൾ. ഈ എവിഡൻസുകളെല്ലാം നിങ്ങൾ വേണം, കക്ഷി വേണം, പിന്നെ വക്കീലിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. അപ്പോൾ ശരിക്കും എല്ലാവരും നിയമം അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. പിന്നെ കോടതിയോട് വളരെ ആദരവോടുകൂടി മാത്രമേ പെരുമാറാവൂ. ഓപ്പോസിഷൻ പാർട്ടിയോട് നമ്മൾ സഹാനുഭൂതിയോട് മാത്രമേ, അത് അഭിനയിക്കുന്നതാണെങ്കിൽ പോലും മാത്രമേ കോടതിയിൽ നിങ്ങൾ നിങ്ങളുടെ വികാര വിക്ഷോഭങ്ങളൊന്നും പ്രകടമാക്കാനുള്ള അധികാരം നിങ്ങൾക്കില്ല. മനസ്സിലാവുന്നു? അവിടെ വികാരമല്ല പ്രകടിപ്പിക്കേണ്ടത്, വിവേകമാണ്. കോടതിയുടെ അപ്രീതിക്ക് പാത്രമാകാതിരിക്കുക. അപ്രീതിക്ക് പാത്രമായാൽ എന്താവും? കേസ് തോറ്റുപോകും. പിന്നെ അവിടെ നിയമങ്ങളും പഠിച്ച നിയമങ്ങളൊന്നും അവിടെ ബാധകമാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇക്കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ കേസിൽ വിജയിക്കും.